ഓം ശാന്തി. ആദരണീയനായ ജഗദീഷ് ഭായിജിയുടെ ഒരു ക്ലാസ് നമുക്കിന്ന് കേൾക്കാം. ഭായിജിയുടെ ക്ലാസിൻ്റെ വിഷയം ജീവൻ മേ ആത്മിക് ശക്തി കൈസെ പ്രാപ്ത് ഹോ, ജീവിതത്തിൽ ആത്മീക ശക്തി എങ്ങനെ പ്രാപ്തമാക്കും, ഇതിനെക്കുറിച്ചാണ് ഭായിജി ഇന്ന് പറയാൻ പോണത്. അപ്പം നമുക്ക് ജീവിതത്തിൽ ധാരാളം ശക്തികൾ വേണം. പക്ഷെ അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ശക്തിയാണ് ആധ്യാത്മിക ശക്തി. അതെങ്ങനെ നമുക്ക് ജീവിതത്തിൽ പ്രാപ്തമാക്കാം, ഭായിജി പറയുന്നത് നോക്കാം. यह बात तो सभी मानते हैं कि मनुष्य के लिए तन और धन की शक्ति आवश्यक है. ലോകത്തിൽ മനുഷ്യർ പറയാറില്ലേ, മനുഷ്യന് ശരീരം, ധനം ഇവയുടെ ശക്തി വളരെ ആവശ്യമാണെന്ന് പറയാറുണ്ട്. परंतु देखा जाए तो इन दोनों शक्तियों से कहीं अधिक आवश्यकता आध्यात्मिक शक्ति की है. പക്ഷേ ഈ രണ്ട് ശക്തികളെക്കാളും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഏതാണ്? ആധ്യാത്മിക ശക്തിയാണ്, ആത്മീക ശക്തി. അപ്പോൾ ഇതാണ് വളരെ അത്യാവശ്യമായിട്ടുള്ളത്. എന്തുകൊണ്ട്? ക്യോംകി ശക്തിഹീൻ और निर्बल आत्मा काम, क्रोध, निंदा, द्वेष इत्यादि के पंजे में फंसकर सदा दुखी रहती है. എന്തുകൊണ്ടെന്നാൽ ശക്തിഹീനവും നിർബലവുമായ ആത്മാവ് കാമം, ക്രോധം, നിന്ദ, വെറുപ്പ് മുതലായവയുടെ കൂട്ടിൽ അകപ്പെട്ടുകൊണ്ട് സദാ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഇതിൻ്റെ അകത്താണ്. കാമം, ക്രോധം തുടങ്ങിയിട്ടുള്ള വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് സദാ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തിഹീനരാണ്. അതുകൊണ്ടാണ് ആധ്യാത്മിക ശക്തി വളരെ അത്യാവശ്യമാണ് എന്ന് പറയാനുള്ള കാരണം. जीवन में मनुष्य के सामने जब उग्र परिस्थितियां आ जाती है तो उनमें आत्मा विचलित, उत्तेजित और माया से प्रभावित न हो, बल्कि माया की आंधियों का और तूफानों का सामना करते हुए शांति और आनंद में मगन रहे. इसके लिए आत्मिक शक्ति की अत्यंत आवश्यकता है. ഭായിജി പറയുന്നത് നോക്കൂ, ജീവിതത്തിൽ മനുഷ്യൻ്റെ മുന്നിൽ ധാരാളം പരിതസ്ഥിതികൾ വരും, ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ആത്മാവിൽ, അതായത് മനുഷ്യർക്ക് എന്താ സംഭവിക്കുക? ആത്മാവ് വിചലിതമാക്കും, ഇളകും, ചഞ്ചലപ്പെടും, അതേപോലെ ഉത്തേജിതമായിട്ട് മാറും, മായയിൽ പ്രഭാവിതമാക്കും. പക്ഷേ ഇങ്ങനെയൊന്നും ആകാൻ പാടില്ല, ഇളകാൻ പാടില്ല, മായയോട് തോൽക്കാൻ പാടില്ല, അല്ലേ? നമ്മൾക്ക് ഉത്തേജിതമായിട്ട് മാറാനും പാടില്ല. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി മായയുടെ ആധികൾ, അല്ലെങ്കിൽ മായ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതേപോലെ കൊടുങ്കാറ്റുകളെ നേരിട്ടുകൊണ്ടും നമുക്ക് പ്രശ്നങ്ങളെല്ലാം നേരിട്ടുകൊണ്ടും നമുക്ക് ശാന്തിയിലും ആനന്ദത്തിലും മുഴുകിയിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആത്മീക ശക്തിയുടെ ആവശ്യകത. परंतु प्रश्न उठता है कि आध्यात्मिक शक्ति क्या चीज़ है? പക്ഷേ ഇത് നമുക്കറിയാം, നമുക്ക് ആത്മീക ശക്തിയൊക്കെ വേണം, അതായത് ജീവിതത്തിലെ പരിതസ്ഥിതികൾ വരുമ്പോൾ അതിനെല്ലാം മറികടക്കണം, എന്നിട്ട് എനിക്ക് ശാന്തമായി ആനന്ദമായി ജീവിക്കണം എന്നെല്ലാം അറിയാം. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിലെ ചോദ്യം എന്താണ്? എന്താണ് ഈ ആധ്യാത്മിക ശക്തി? അതറിയില്ല ആർക്കും. ജീവിതത്തിൽ ആധ്യാത്മിക ശക്തി ഏത് പുരുഷാർത്ഥത്തിലൂടെയാണ് പ്രാപ്തമാക്കാൻ സാധിക്കുക? ഇതറിയില്ല. ഇത് വേണമെന്നറിയാം, മനസ്സിനെ നിയന്ത്രിക്കണം എന്നറിയാം, മനസ്സിന് ശക്തി വേണം എന്നറിയാം. പക്ഷേ എങ്ങനെയാണ്, ഏത് പുരുഷാർത്ഥത്തിലൂടെയാണ് ആധ്യാത്മിക ശക്തി പ്രാപ്തമാക്കേണ്ടത്? ഇത് ആർക്കും തന്നെ അറിഞ്ഞുകൂടാ. ഇനി ഭായിജി പറയുന്നത്, ആധ്യാത്മിക ശക്തി കോൺസി ശക്തി കാ നാം ഹേ. ആധ്യാത്മിക ശക്തി എന്നത് ഏത് ശക്തിയുടെ പേരാണ്? ഇനി അതിനെക്കുറിച്ചാണ് പറയാൻ പോണത്. എന്താണ് ആധ്യാത്മിക ശക്തി?
आध्यात्मिक शक्तियों में सबसे पहली शक्തി ജ്ഞാൻ की शक्ति. അതായത് ആധ്യാത്മിക ശക്തിയിൽ തന്നെ ഒരുപാട് ശക്തികൾ വരുന്നുണ്ട്. അതിലെ ഏറ്റവും ആദ്യത്തെ ശക്തി എന്ന് വെച്ചാൽ ജ്ഞാനത്തിൻ്റെ ശക്തിയാണ്. ഇസേ ഹി വിവേക് ശക്തി ബി കഹത്തെ ഹി. ഇതിനെ തന്നെയാണ് വിവേക ശക്തി എന്നും പറയുന്നത്. ജ്ഞാൻ സേ മനുഷ്യ മേ ആത്മവിശ്വാസ് പൈദാ ഹോത്താ ഹേ. അപ്പം ജ്ഞാനത്തിൻ്റെ ശക്തി, ജ്ഞാനം ശക്തി എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ജ്ഞാനം കിട്ടുമ്പോൾ ജ്ഞാനത്തിലൂടെ മനുഷ്യനിൽ ആത്മവിശ്വാസം ജനിക്കും. അറിവ് കിട്ടുമ്പോൾ ഞാൻ ആരാണെന്നുള്ള അറിവ് കിട്ടുമ്പോൾ എൻ്റെ അച്ഛൻ ആരാണ്, അല്ല ഈ ഭൂമിയിൽ എനിക്ക് എന്താണ് റോള്, ഈ സൃഷ്ടി നാടകം എന്താണ്. അപ്പോൾ ഇങ്ങനെ ജ്ഞാനം കിട്ടിക്കഴിയുമ്പോൾ മനുഷ്യനിൽ ആത്മവിശ്വാസം വർദ്ധിക്കും. പിന്നെ അത് മാത്രമല്ല, അവരവരുടെ സാമർഥ്യം മനസ്സിലാക്കും. കഴിവ്, എനിക്കെത്ര കഴിവുണ്ട്, എനിക്കെത്ര ശക്തിയുണ്ട്, അപ്പം തൻ്റെ കഴിവും മനസ്സിലാക്കും. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലും ക്ഷമത വർദ്ധിക്കും, അതായത് കഴിവ് വർദ്ധിക്കും. അപ്പോൾ ഭൈജി പറയാണ് ജ്ഞാനം തന്നെയാണ് ശക്തി എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? നോളജ് ഈസ് മൈറ്റ്. ജ്ഞാനം ശക്തിയാണെന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ യോഗത്തിൻ്റെ ശക്തി, പവിത്രതയുടെ ശക്തി, ധർമ്മത്തിൻ്റെ ശക്തി, അതായത് ധർമ്മം എന്ന് വെച്ചാൽ ധാരണ, ധർമ്മത്തിൻ്റെ ശക്തി, ഇതും ആധ്യാത്മിക ശക്തിയിൽ വരും. ജ്ഞാനത്തിൻ്റെ ശക്തി, യോഗത്തിൻ്റെ ശക്തി, പവിത്രതയുടെ ശക്തി, ധർമ്മത്തിൻ്റെ ശക്തി, ഇതെല്ലാം തന്നെ ആധ്യാത്മിക ശക്തിയിൽ വരുന്ന ശക്തികളാണ്. ആജ് മനുഷ്യ ഭക്ത്, പൂജാരി, പണ്ഡിത് അഥവാ വിദ്വാൻ तो है परंतु उसकी आत्मा निर्बल है. वह अभिमान, क्रोध, लोभ, काम आदि किसी न किसी प्रकार से अवश्य ही प्रभावित है. അപ്പം ഇന്നത്തെ മനുഷ്യർ നോക്കൂ, മനുഷ്യരൊക്കെ ഭക്തരാണ്, പൂജാരിമാരാണ്, പണ്ഡിതരാണ്, വിദ്വാൻമാരാണ്, എല്ലാം ആണ് അവർ. പക്ഷേ അവരുടെ ആത്മാവ് നിർബലമാണ്, ശക്തിയില്ലാത്തതാണ്. അവരുടെ ആത്മാവ് എപ്പോഴും അഭിമാനം കൊണ്ടും ക്രോധം കൊണ്ടും ലോഭം കൊണ്ടും കാമം കൊണ്ടും അങ്ങനെ പല വികാരങ്ങൾ കൊണ്ട് അവർ പ്രഭാവിതരായിരിക്കുകയാണ്. അപ്പോൾ അവർ ഈശ്വരനെ പൂജ ചെയ്യുന്നവരാണ്, ഭക്തരാണ്, പക്ഷേ ആത്മാവ് ഇപ്പോഴും നിർബലമാണ്, ശക്തിഹീനമാണ്. ആജ് ലോകോ മേ വിജ്ഞാൻ ശക്തി तो है परंतु सहन शक्ति नहीं है. ഇന്ന് മനുഷ്യരിൽ വിജ്ഞാനശക്തി ധാരാളമുണ്ട്, അത്ര വിജ്ഞാനമാണുള്ളത്, പക്ഷേ സഹനശക്തി എന്ന് പറയുന്നത് ഇല്ല. ഭൈജി പറയണത് ഇസി രീതി ആജ് മനുഷ്യ മേ ഗ്രഹണ ശക്തി तो है लेकिन ज्ञान शक्ति नहीं है. ഇന്ന് മനുഷ്യനിൽ ഗ്രഹണശക്തി ഉണ്ട്, ഗ്രഹിക്കാനുള്ള കഴിവ്, എന്നാൽ ജ്ഞാനശക്തി ഇല്ല. आज लोग पढ़े लिखे तो है परंतु उनमें ज्ञान अथवा सद्बुद्धि नहीं है. ഇന്നത്തെ ലോകത്തിലെ മനുഷ്യർക്ക് അല്ലേ നല്ല അറിവും പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട്, പഠിച്ചവരും അല്ല എല്ലാം ആണ്, പക്ഷേ അവരിൽ ജ്ഞാനമോ സത് ബുദ്ധിയോ ഇല്ല. उनमें यथार्थ ज्ञान होता तो उनका जीवन बहुत उच्च, शांतिमय, सद्गुण युक्त और पवित्र होता. അപ്പം അഥവാ അവരിൽ യഥാർത്ഥ ജ്ഞാനം ഉണ്ടെങ്കിൽ, യഥാർത്ഥ ജ്ഞാനം ഉണ്ടെന്നതിൻ്റെ തെളിവാണ്, യഥാർത്ഥ ജ്ഞാനം ഉണ്ടെങ്കിൽ ജീവിതം വളരെ ഉച്ചാവസ്ഥയിലിരിക്കും, ഉയർന്ന അവസ്ഥയിൽ, ശാന്തമയമായിരിക്കും, സദ്ഗുണം നിറഞ്ഞതായിരിക്കും, പവിത്രമായിരിക്കും. ഇതാണ് ജ്ഞാനമുള്ളവരുടെ പ്രത്യേകത. ജീവിതം, ഉയർന്ന ജീവിതം, ശാന്തമായ ജീവിതം, സദ്ഗുണങ്ങൾ നിറഞ്ഞ ജീവിതം, പവിത്ര ജീവിതം, ഇതൊക്കെ ഉണ്ടാവും ജ്ഞാനം കിട്ടുന്ന ആത്മാക്കളിൽ. ഇനി ഭൈജി പറയണത് ആധ്യാത്മിക് ശക്തി കിസ്സെ പ്രാപ്ത് ഹോ സക്തി ഹി. ആധ്യാത്മിക ശക്തി ഏതിലൂടെയാണ് പ്രാപ്തമാവുക? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇനി ഭൈജി പറയണത്. ऊपर
हमने जिन आध्यात्मिक शक्तियों का वर्णन किया है वे सभी सर्वशक्तिमान परमपिता परमात्मा ही से प्राप्त हो सकती है, अन्य किसी से नहीं. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് ശക്തികളില്ലേ, അപ്പം ആ ശക്തികളെല്ലാം, ആധ്യാത്മിക ശക്തികളെല്ലാം നമുക്ക് കിട്ടുന്നത് സർവശക്തനായ പരംപിത പരമാത്മാവിൽ നിന്നാണ്. ഈശ്വരനെ കുറിച്ച് പറയാറുണ്ട് സർവശക്തിമാൻ. അപ്പോൾ സർവശക്തിമാനായ പരംപിത പരമാത്മാവിൽ നിന്നേ നമുക്ക് ആധ്യാത്മിക ശക്തി പ്രാപ്തമാക്കാൻ കഴിയും, വേറെ ആരിൽ നിന്നും കഴിയില്ല. जैसे बिजली की शक्ति पावर हाउस से ही मिल सकती है. ഇപ്പോൾ ബൈജൻ ഉദാഹരണം പറയുകയാണ്, അതായത് കറണ്ട്, വൈദ്യുതി. ഈ വൈദ്യുതിയുടെ ശക്തി നമുക്ക് പവർ ഹൗസിൽ നിന്നാണ് കിട്ടുക, അല്ലേ? പവർ ഹൗസിൽ നിന്നാണ് നമുക്ക് കറണ്ട് കിട്ടുക, അല്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ നിന്നല്ലല്ലോ കിട്ടുക. അതേപോലെ ആധ്യാത്മിക ശക്തി നമുക്ക് പ്രാപ്തമാക്കാൻ കഴിയുന്നത് പരമാത്മാവിൽ നിന്ന് തന്നെയാണ്. അല്ലാതെ ഏതെങ്കിലും ജഗത് ഗുരുവോ ഒരു സ്വാമിയോ ഒരു ഗുരുവോ അവരിൽ നിന്നല്ല പ്രാപ്തമാക്കാൻ കഴിയുക. അവരെല്ലാം ഒരു മീഡിയേറ്റർ മാത്രമാണ്. ഏതൊരു മനുഷ്യരെക്കോട്ടെ, ഒരു സാകാരത്തിൽ ആരെക്കോട്ടെ, ഒക്കെ ഒരു മീഡിയം മാത്രം. ബാക്കി ശക്തി നമുക്ക് പ്രാപ്തമാക്കാൻ കഴിയുന്നത് പരമാത്മാവിൽ നിന്നാണ്. एक परमात्मा को ही ज्ञान सागर सद्बुद्धि का दादा अथवा സർവജ്ഞ कहा जाता है. ഒരേ ഒരു പരമാത്മാവിനെ തന്നെയാണ് ജ്ഞാനസാഗരം, സദ്ബുദ്ധിയുടെ ദാതാവ്, സർവജ്ഞൻ എന്ന് പറയപ്പെടുന്നത്. ജ്ഞാനത്തിൻ്റെ പ്രാപ്തി, ജ്ഞാനത്തിൻ്റെ ഭണ്ഡാരം പരമാത്മാവിൽ നിന്നു തന്നെയാണ് നിറയുക, അല്ലേ? നമുക്ക് ഈശ്വരനതെല്ലാം തരുന്നത്, കാരണം പരമാത്മ സർവ്വതും അറിയുന്ന ആൾ, സൃഷ്ടി രഹസ്യം മുഴുവനും അറിയുന്ന ആൾ. അപ്പം ജ്ഞാനത്തിൻ്റെ പ്രാപ്തി കിട്ടുന്നത് പരമാത്മാവിൽ നിന്നും മാത്രമാണ്. അതുകൊണ്ട് പരമാത്മാ ഹി കോ യോഗേശ്വർ ബി കഹാ ജാതാ ഹൈ. നിഭായിജി പറയുന്നത് പരമാത്മാവിനെ യോഗേശ്വരൻ എന്നും പറയാറുണ്ട്. अदा योग की शक्ति भी उन्हीं से प्राप्त हो सकती है. യോഗത്തിൻ്റെ ശക്തി കിട്ടുന്നതും എവിടെ നിന്നാണ്? പരമാത്മാവിൽ നിന്ന് തന്നെയാണ്. इसी प्रकार परमात्मा को ही पतित पावन अथवा परम पवित्र भी कहा जाता है. ഇത്തരത്തിൽ പരമാത്മാവിനെ തന്നെയാണ് പതീത പാവനൻ അഥവാ പരമപവിത്രം എന്ന് പറയുന്നത്. इसलिए उन्हीं से पवित्रता की शक्ति भी प्राप्त हो सकती है. അതുകൊണ്ട് പരമാത്മാവിൽ നിന്ന് തന്നെയാണ് പവിത്രതയുടെ ശക്തി നമുക്ക് പ്രാപ്തമാകുന്നത്. धर्म की स्थापना का कार्य भी उसी परमपिता परमात्मा ही का है. ഇനി ധർമ്മത്തിൻ്റെ സ്ഥാപന അതാരാ ചെയ്യുന്നത്? അത് പരമാത്മാവിൻ്റെ കർത്തവ്യമാണ്. ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപന ചെയ്യുന്നതും പരമാത്മാവ് തന്നെയാണ്. അതാ धारणा और धारणा की शक्ति भी उसी से मिल सकती है. അപ്പം ധാരണയുടെ ശക്തി കിട്ടുന്നതും ധർമ്മത്തിൻ്റെ ശക്തി കിട്ടുന്നതും പരമാത്മാവിൽ നിന്ന് തന്നെയാണ്. ധർമ്മ के मार्ग पर चलने के लिए भी मनुष्य को शक्ति चाहिए. ഇനി ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കണമെങ്കിൽ, അതായത് ഒരു അധർമാധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ മനുഷ്യന് വേണ്ടത് ശക്തിയാണ്. എന്തുകൊണ്ടെന്നാൽ ഉസ്മേ അനേക കഠിനായാം അഥവാ വിഘ്നാത്തേഹി. അപ്പം ധർമ്മത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ധാരാളം കഠിനതകളും പ്രശ്നങ്ങളും വിഘ്നങ്ങളും എല്ലാം വരും. ധർമ്മത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കഥ കേട്ടിട്ടില്ലേ, മഹാഭാരതത്തിൽ അർജുനനും പാണ്ഡവരും അല്ലെ, അവർക്ക് എത്ര വിഘ്നങ്ങൾ വന്നു, അവർക്ക് എന്തെല്ലാം പരിതസ്ഥിതികൾ വന്നു, എന്തെല്ലാം കഠിനതകളും വിഷമങ്ങളും ധാരാളം അവർക്ക് വന്നു. പക്ഷേ അവരെല്ലാം അതിനെ തരണം ചെയ്തു. കാരണം അവർക്ക് മാത്രമേ ഇത്രയും പ്രശ്നങ്ങൾ വന്നുള്ളൂ, കൗരവർക്ക് വന്നിട്ടില്ല. അതിൻ്റെ കാരണം കൗരവർ ധർമ്മത്തിൻ്റെ പാതയിലല്ല, അതുകൊണ്ട് അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പാണ്ഡവർക്ക് ധാരാളം വിഘ്നങ്ങളൊക്കെ വന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു ധർമ്മത്തിൻ്റെ പാതയിലാണ് സഞ്ചരിച്ചത്. അപ്പം അതേപോലെ
നമ്മൾ ഭഗവാന്റെ കുട്ടികളും ധർമ്മത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ ധാരാളം കഠിനതകളും പ്രയാസങ്ങളും എല്ലാം വരും. പക്ഷേ ഇതെല്ലാം നേരിടാനുള്ള ശക്തിയാണ് നമുക്ക് വേണ്ടത്. മനുഷ്യക്കോ വഹ ശക്തി न मिले तो मनुष्य ज्ञान योग पवित्रता अथवा धर्म के मार्ग पर आगे नहीं बढ़ सकेगा और उसकी धारणा दृढ़ अथवा पक्की नहीं हो सकेगी. അപ്പോൾ മനുഷ്യർക്ക് ധർമ്മത്തിൻ്റെ പാതയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ മനുഷ്യർക്ക് ആ ശക്തി പ്രാപ്തമാകുന്നില്ലെങ്കിൽ, കിട്ടുന്നില്ല എങ്കിൽ മനുഷ്യൻ ജ്ഞാനം, യോഗം, പവിത്രത അഥവാ ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അതേപോലെ അവരുടെ ധാരണ ദൃഢവും പക്കയുമായിട്ട് മാറില്ല. അതുകൊണ്ട് ശക്തി വേണം നമുക്ക് ധർമ്മത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ എന്ന് ഭായിജി പറയാണ്. ജ്ഞാൻ സേ ശക്തി കൈസേ മിൽത്തി ഹെ. ഇനി ഭായിജി ഓരോന്നും പറയാണ്. അതായത് ജ്ഞാനം, യോഗം, പവിത്രത, ധർമ്മം, ഈ ശക്തിയുടെ ആവശ്യകതയാണല്ലോ ഭായിജി പറഞ്ഞത്. ഇനി ജ്ഞാനത്തിലൂടെ നമുക്ക് എങ്ങനെയാണ് ശക്തി കിട്ടുക, ഇതാണ് ഇനി ഭായിജി പറയാൻ പോകുന്നത്. കാരണം ബാബ എപ്പോഴും പറയാറുണ്ട് ജ്ഞാനത്തിലൂടെ ശക്തി കിട്ടും എന്ന് പറയാറില്ലേ. അപ്പം നമുക്കിനി എങ്ങനെയാണ് ജ്ഞാനത്തിലൂടെ ശക്തി കിട്ടുക, അതിനെക്കുറിച്ച് ഭായിജി പറയുക. ജ്ഞാനത്തിലൂടെ നമുക്ക് എങ്ങനെയാണ് ശക്തി കിട്ടുക, അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ज्ञान मनुष्य को व्यवहार, कुशल और कर्म करने में समर्थ कैसे बनाते हैं. ജ്ഞാനം എങ്ങനെയാണ് മനുഷ്യനെ വ്യവഹാരത്തിൽ കുശലതയും കർമ്മം ചെയ്യുന്നതിൽ സമർത്ഥരുമാക്കിയിട്ട് എങ്ങനെയാണ് മാറ്റുന്നത്? ज्ञान से मनुष्य में कैसे सहन शक्ति आती है और वह कैसे आसक्ति और आकर्षण से प्रभावित नहीं होता. ജ്ഞാനത്തിലൂടെ മനുഷ്യനിൽ എങ്ങനെയാണ് സഹനശക്തി വരിക, എങ്ങനെയാണ് ആസക്തിയിൽ നിന്നും ആകർഷണത്തിൽ നിന്നും പ്രഭാവിത ആകാതിരിക്കുക, അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെ ആകർഷിക്കപ്പെടാതിരിക്കുക, ഈ കാര്യങ്ങളെ സ്പഷ്ടമാക്കാൻ വേണ്ടി ചില സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പലരും പല രീതിയിൽ അതിനെ വർണ്ണിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സഹനശക്തിയും സാഹസവും കാര്യങ്ങൾ ചെയ്യാനുള്ള ക്ഷമതയും മനുഷ്യരിൽ വരാറുണ്ട്. ഹമേ ഈശ്വരീയ ജ്ഞാൻ ദ്വാര ये मालूम होता है कि हम सर्वशक्तिवान परमपिता परमात्मा की संतान है और कि अब कलयुगी धर्म भ्रष्ट एवं आसुरी संप्रदायों का महाविनाश एटम और हाइड्रोजन बॉम्बों तथा गृह युद्धों इत्यादि के द्वारा होने ही वाला है. ഇനി നിങ്ങൾക്ക്, അതായത് നമ്മൾ കുട്ടികൾക്ക് ഈശ്വരീയ ജ്ഞാനത്തിലൂടെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് നമ്മൾ സർവശക്തിവാനായ പരംപിത പരമാത്മാവിൻ്റെ സന്താനമാണ്. കാരണം നമ്മൾ ഏതൊക്കെ ലെവലിൽ ജ്ഞാനം മനസ്സിലാക്കി, എങ്ങനെയാണ് നമ്മൾ ജ്ഞാനം എടുത്തത്? ഭായിജി പറയണത് നമ്മൾ സർവശക്തിവാനായ പരംപിത പരമാത്മാവിൻ്റെ സന്താനമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. രണ്ടാമത്തെ പോയിന്റ്, ഇപ്പോൾ കലിയുഗി ധർമ്മഭ്രഷ്ട ആസുരീയ സമ്പ്രദായത്തിൻ്റെ മഹാവിനാശം ആറ്റം ബോംബിലൂടെയും ഹൈഡ്രജൻ ബോംബിലൂടെയും അതേപോലെ ആഭ്യന്തര യുദ്ധങ്ങളിലൂടെയും നടക്കാൻ പോവുകയാണ്. ഇതും നമ്മൾ മനസ്സിലാക്കി. മൂന്നാമത്തെ പോയിന്റ്, നമ്മുടെ ഈ വർത്തമാന ജന്മം, ഇപ്പോഴത്തെ ഈ ജന്മം സൃഷ്ടിചക്രത്തിലെ അന്തിമ ജന്മമാണെന്ന് മനസ്സിലാക്കി. നാലാമത്തെ പോയിന്റ്, നമ്മുടെ മുന്നിൽ എന്തെല്ലാം വിഘ്നങ്ങളും കഷ്ടങ്ങളും വരുന്നുണ്ടോ, ആ വിഘ്നവും കഷ്ടങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്തു പോയ കർമ്മങ്ങളുടെ ഫലമാണ്. ഈ കർമ്മഫലം അനുഭവിച്ചുകൊണ്ട് കുറച്ച് യോഗത്തിലൂടെ സമാപ്തമാക്കാനും നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ അറിവ് നമുക്ക് പ്രാപ്തമായി. അഞ്ചാമത്തെ പോയിന്റ്, ഈ ഒരു കാലഘട്ടത്തിന് ശേഷം
സദാ സുഖത്തിൻ്റെ ദിനങ്ങൾ, സത്യയുഗം വരാൻ പോകുകയാണെന്നും നമുക്ക് മനസ്സിലായി. 6ാമത്തെ പോയിന്റ്, പവിത്രമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈശ്വരനുമായിട്ട് പ്രീതി യോജിപ്പിക്കണമെന്നും മനസ്സിലായി. അങ്ങനെ പ്രീതി യോജിപ്പിച്ചാൽ നമ്മുടെ ഭാവി ഉജ്ജ്വലമായി മാറും, ഈ ദുഃഖം നിറഞ്ഞ ലോകം മാറും എന്നും മനസ്സിലായി. അങ്ങനെ ഇത്രയും അറിവ്, ജ്ഞാനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ ഈ അറിവ് നമുക്ക് പ്രാപ്തമായതോടുകൂടി സഹജമായ രീതിയിൽ മനുഷ്യരിൽ എന്ത് വന്നു? സഹനശക്തി വന്നു. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ തന്നെ ബാബയുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തിരുന്നു? എപ്പോഴും നമ്മൾ നമ്മുടെ വിധിയെക്കുറിച്ച് പഴിച്ച് ദുഃഖിച്ചിരുന്നു. മറ്റുള്ളവരെന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്താൽ അപ്പോഴും വിഷമിച്ച് ദുഃഖിച്ചിരുന്നു. നമ്മൾ എൻ്റെ വിധി ഇങ്ങനെയായല്ലോ എന്ന് പറഞ്ഞിട്ട്, ഇവരെന്താ ഇങ്ങനെയെന്ന് പറഞ്ഞ് നമ്മൾ വിഷമിച്ചിരുന്നു. പക്ഷേ ഈ ഇത്രയും ജ്ഞാനം കിട്ടിയതോടുകൂടി നമുക്കിപ്പോൾ അങ്ങനത്തെ ഒരു വ്യർത്ഥ ചിന്തകളോ വ്യർത്ഥ സങ്കല്പങ്ങളോ ഇല്ല. അപ്പം നമ്മൾ എന്ത് വന്നു? എന്ത് വിഘ്നം വന്നാലും നമ്മൾ എന്താ വിചാരിക്കുക? ഇതെൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ്, കർമ്മക്കണക്കാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്താ വന്നത്? സഹനശക്തി, എന്തും സഹിക്കാനുള്ള ശക്തി നമ്മളിൽ വന്നു. അപ്പോൾ ഭൈജി പറയണത്, അവരുടെ മനസ്സിലെ വിചാരം വന്നു, ആസുരീയ ലോകത്തിൽ ഇപ്പോൾ എൻ്റെ ഇത് അന്തിമ ജന്മമാണ്, അല്ല അവസാന ജീവിതമാണ്. ഇനി വിനാശം വരാൻ വളരെ കുറച്ച് സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പിന്നീട് എന്നെ കർമ്മം ബുദ്ധിമുട്ടിക്കില്ല, അതായത് എനിക്ക് ദുഃഖം തരുന്ന ഒരു വ്യക്തികളും ഉണ്ടാവില്ല എന്നുള്ള വിചാരത്തിലേക്ക് നമ്മളൊക്കെ വന്നു. ഇപ്പോൾ പവിത്രതയ്ക്ക് വേണ്ടി, പ്രഭുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി, ഭാവിയിലെ ഉയർന്ന സുഖത്തിന് വേണ്ടി എനിക്ക് കുറച്ച് സഹിക്കേണ്ടതുണ്ട് എന്ന ചിന്ത വന്നു, അല്ലേ? ബാബയുടെ സ്നേഹം കിട്ടാൻ, പിന്നെയോ പവിത്രമായി ജീവിക്കാൻ വേണ്ടി എനിക്ക് കുറച്ച് സഹിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി. നമ്മൾ സർവശക്തിവാനായ പരമാത്മാവിൻ്റെ സന്താനമായതുകൊണ്ട് വികാരങ്ങളുടെ മേൽ വിജയം പ്രാപ്തമാക്കാൻ കഴിയില്ലേ എന്ന ചിന്ത വന്നു, എന്നൊരു സങ്കല്പം വന്നു. എനിക്കെന്താ ഇത്രയും സഹനശക്തി ഇല്ലേ? കാരണം ഞാൻ ഈശ്വരൻ്റെ കുട്ടിയല്ലേ, അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് സഹനശക്തി എന്നിൽ ഉണ്ടായിക്കൂടാ എന്ന ചിന്ത, എന്ന സങ്കല്പം വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ജ്ഞാന മന്ഥനം ചെയ്യുമ്പോൾ, അല്ലേ, നമുക്ക് ദിവസവും ബാബ തരുന്ന മുരളി ഇങ്ങനെ മനനം ചെയ്യുമ്പോൾ നമുക്ക് സാഹസം കാണിക്കുന്നതിൻ്റെ നല്ല കഴിവ് വന്നു. അതായത് എല്ലാം സഹിക്കാനും വലിയ വലിയ കാര്യങ്ങളൊക്കെ നേരിടാനൊക്കെ നമുക്ക് പറ്റി. അതേപോലെ തന്നെ വ്യവഹാരത്തിൽ കുശലതയും വന്നു, സഹനശക്തിയും നമുക്ക് വന്നു. ഹം തൻ കെ കഷ്ട ഓർ ധൻ കി കമ്മി കെ ദിനോം കോബി. ഇനി നമുക്ക് ദേഹത്തിന് എന്തെങ്കിലും കഷ്ടം വന്നാൽ പോലും, എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ പോലും, ധനത്തിൻ്റെ കുറവുള്ള, അതായത് പൈസയുടെ കുറവുള്ള ദിവസങ്ങളിൽ പോലും നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ, അല്ലേ? സന്തോഷം ആ ദുഃഖത്തെ ഇല്ലാതാക്കുന്നുണ്ട്. ഒപ്പം തന്നെ പുറത്തായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്കോട്ടെ, കുടുംബത്തിലേക്കോട്ടെ, കലഹങ്ങളും ക്ലേശങ്ങളും ഉണ്ടാക്കുന്ന വ്യക്തിയോടൊപ്പം തന്നെ, എത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിയോടൊപ്പം നമുക്ക് ജീവിച്ചു പോവാനും പറ്റുന്നുണ്ട്, അവരുടെ ബന്ധം നിറവേറ്റി പോവാനും സാധിക്കുന്നുണ്ട്. ഇതെല്ലാം എന്തിൻ്റെ ഫലമായിട്ടാണ്? ജ്ഞാനത്തിലൂടെ നമുക്ക് കിട്ടിയ ശക്തിയുടെ ഫലമായിട്ടാണ്. അതാണ് ജ്ഞാനം ശക്തി എന്ന് പറയാനുള്ള കാരണം. അതേപോലെ अब ज्ञान से हमें यह भी निश्चय होता है कि हम सब आत्माएं हैं। शरीर तो 5 तत्व का पुतला है और यह कलयुगी शरीर तो विषय विकारों से उत्पन्न हुआ तथा तमो प्रधान तत्वों का बना हुआ है और एक दिन मुट्ठी पर राख हो जाने वाला है. അപ്പം അതേപോലെ തന്നെ ഈ ഇപ്പോൾ ജ്ഞാനം കൊണ്ട് നമുക്ക് ഈ നിശ്ചയം വന്നു,
അല്ലേ? ജ്ഞാനം കേട്ടപ്പോൾ നമുക്ക് വന്ന നിശ്ചയമാണ് നമ്മളെല്ലാവരും ആത്മാക്കളാണ്. ഈ ശരീരമല്ല, ഈ ശരീരം 5 തത്വങ്ങൾ കൊണ്ടുണ്ടാക്കപ്പെട്ട ഒരു കോലമാണ്, ഒരു കോലം. ഇത് കലിയുഗീ ശരീരമാണ്. പിന്നെയോ വിഷയവികാരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ഈ ശരീരം. തമോ പ്രധാനമായ തത്വങ്ങൾ കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ്. ഒരു ദിവസം ഈ ശരീരം ഒരു പിടിച്ചാരമാകാൻ പോവുകയാണ്, അല്ലേ? ഞാൻ ആത്മാവ് നശിക്കുന്നില്ല, പക്ഷെ ഒരു ദിവസം എൻ്റെ ഈ ശരീരം ചാരമായിട്ട്, ഒരു പിടിച്ചാരം ആയിട്ട് മാറാൻ പോവുകയാണ്. ഈ നിശ്ചയം നമുക്ക് ഉണ്ടായി. അപ്പം നമുക്ക് ഈ നിശ്ചയം വന്നിട്ടുണ്ട്. അതായത് നമ്മളെല്ലാവരും ആത്മാക്കളാണ്. ആത്മാക്കൾ ആയിട്ടുള്ള നമ്മൾ സൂര്യൻ്റെയും താരാഗണങ്ങൾക്കുമെല്ലാം ഉപരിയായ ദേശം പരന്ധാമം, അല്ലെ? ഏറ്റവും ഉയർന്ന ദേശം പരന്ധാമം അഥവാ ബ്രഹ്മലോകത്തിൽ നിന്നുമാണ് ഈ സൃഷ്ടിയാകുന്ന നാടകശാലയിലേക്ക് വന്നിട്ടുള്ളത്. വാസ്തവത്തിൽ ഹം സബ് ഭായി ഭായി ഹി, നമ്മളെല്ലാവരും സഹോദര സഹോദരങ്ങളാണ്. ഭാവിയിൽ അതായത് നമുക്കെല്ലാവർക്കും എന്ത് ചെയ്യേണ്ടി വരും? അതായത് ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. സൃഷ്ടിയുടെ മഹാവിനാശത്തിന് ശേഷം നമുക്കെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് തിരിച്ചു മടങ്ങേണ്ടതുണ്ട്. ഇത് നമുക്ക് മനസ്സിലായി. ഈ നിശ്ചയം നമുക്ക് വന്നു. ഇതൊക്കെ എപ്പോൾ വന്നു? ജ്ഞാനം എപ്പോൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയോ അതിലൂടെ കിട്ടിയ ശക്തിയാണ് ഇതെല്ലാം. ഈ ജ്ഞാനത്തിൻ്റെ, അതായത് നമ്മൾ സാധാരണ പറയുമല്ലോ, ഈ ജ്ഞാനം നമ്മൾ കേട്ടു. ഇതിലൂടെ ദേഹത്തിൻ്റെ സംബന്ധം, പദാർത്ഥം ഇവയോടുള്ള ആകർഷണത്തിൽ നിന്നും നമ്മൾ പ്രഭാവിതമാകാതെ, അല്ലെങ്കിൽ ആകർഷണത്തിൽ നല്ല നമ്മൾ മുക്തമായിക്കൊണ്ടും ഇരിക്കുകയാണ് ഈ സമയത്ത്. ഇത്തരത്തിൽ ജ്ഞാനത്തിലൂടെ മനുഷ്യാത്മാവിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും അതേപോലെ കർത്തവ്യം അകർത്തവ്യം എന്താണെന്ന് ചിന്തനം ചെയ്ത് അകർത്തവ്യത്തിൽ നിന്നും വേറിട്ടിരുന്നുകൊണ്ട് കർത്തവ്യം ശരിയാക്കാനും തൻ്റെ ജീവിതത്തെ ധർമ്മത്തിൻ്റെ മാർഗത്തിൽ കൊണ്ടുപോകാനുമുള്ള ശക്തി പ്രാപ്തമാക്കുന്നു. അതും ഈ അറിവിൽ കൂടെ നമുക്ക് കിട്ടിയത്, അല്ലേ? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ എന്താ കർത്തവ്യം, എന്താണ് അകർത്തവ്യം, ഇത് മനസ്സിലാക്കി കർത്തവ്യം ചെയ്യാനും ജീവിതത്തെ ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ കൊണ്ടുപോകാനുമുള്ള ശക്തി കിട്ടിയത് ഈ ജ്ഞാനത്തിലൂടെയാണ്. ഇനി ഒന്നാമത്തെ പോയിന്റ് ആയിരുന്നു ജ്ഞാനത്തിലൂടെ എങ്ങനെ ശക്തി കിട്ടുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് ഭായിജി പറയുന്നത് യോഗത്തിലൂടെ എങ്ങനെയാണ് ശക്തി പ്രാപ്തമാവുക എന്ന്. भाईजी परिणाम नोकू, जब हम शरीर से न्यारे होकर सर्वशक्तिमान परमात्मा से संबंध जोड़ते हैं तो जैसे बिजली के कनेक्शन से करंट आती है वैसे ही हमें भी शक्ति का अनुभव होता है अथवा करंट आता है. അപ്പം എങ്ങനെയാണോ നമ്മൾ ദേഹത്തിൽ നിന്നും വേറിട്ടുകൊണ്ട് സർവശക്തനായ പരമാത്മാവുമായിട്ട് നമ്മൾ സംബന്ധം വെക്കുന്നത്, ആത്മാവ് പരമാത്മാവുമായിട്ട് സംബന്ധം വെക്കുന്ന സമയത്ത് ഭായി ഉദാഹരണം പറയണത് എങ്ങനെയാണോ കറൻറ്റിൻ്റെ കണക്ഷൻ, കറൻറ്റ് കണക്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ ആ കണക്ഷനിലൂടെ കറൻറ്റ് കിട്ടും. അതേപോലെ നമുക്ക് ശക്തിയുടെ അനുഭവം ഉണ്ടാകും, അതായത് കറൻറ്റ് വരും. ബാബയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ കറൻറ്റ് കിട്ടും. യോഗത്തെ ലൈറ്റ് എന്നും മൈറ്റ് എന്നും പറയും, അല്ലേ? യോഗത്തെ എപ്പോഴും പ്രകാശമെന്നും ശക്തി എന്നും പറയാറുണ്ട്. നോളേജ് കോ ബി ലൈറ്റ് ഓർ മൈറ്റ് കഹാ ജാത്താ ഹെ. ഇനി നോളേജിനെയും പറയും ലൈറ്റും മൈറ്റും, പ്രകാശവും ശക്തിയും എന്നും. പരന്തു പക്ഷേ ജ്ഞാനത്തെ പ്രകാശവും ശക്തിയും എന്ന് ഈ അർത്ഥത്തിലാണ് പറയുന്നത്. അതായത് എങ്ങനെയാണോ നമുക്ക് വെളിച്ചം കിട്ടുമ്പോൾ നമുക്ക് പോകാനുള്ള വഴി സ്പഷ്ടമാകാറില്ലേ, അല്ലേ? വെളിച്ചം കിട്ടിയാൽ, വെളിച്ചം നമുക്കുണ്ടെങ്കിൽ നമുക്ക് പോകേണ്ട വഴി വളരെ വ്യക്തമാകുന്നത് പോലെ തന്നെ ജ്ഞാനത്തിലൂടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗവും നമുക്ക് സ്പഷ്ടമാകും. ജ്ഞാനത്തിലൂടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗവും സ്പഷ്ടമാകും.
അതിലൂടെ സഹിക്കാനുള്ള ശക്തി നമുക്ക് വരും. പക്ഷേ യോഗത്തെ ലൈറ്റ് മൈറ്റ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അതായത് ആത്മാവിന് പരമാത്മാവുമായുള്ള ബന്ധത്തിലൂടെ പ്രകാശവും ശക്തിയും പ്രാപ്തമാക്കും. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ജ്ഞാനത്തെ പറയും ലൈറ്റ് ഓർ മൈറ്റ്, യോഗത്തെയും പറയും ലൈറ്റ് ഓർ മൈറ്റ്. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഭായിജി പറഞ്ഞത് ജ്ഞാനത്തെ ലൈറ്റ് ഓർ മൈറ്റ് പറയാനുള്ള കാരണം വെളിച്ചം കിട്ടുമ്പോൾ വഴി എങ്ങനെയാണോ സ്പഷ്ടമാകുന്നത്, അതേപോലെ ജ്ഞാനം കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗം സ്പഷ്ടമാകും, സഹിക്കാനുള്ള ശക്തി നമുക്ക് വരും. യോഗത്തെ ലൈറ്റ് മൈറ്റ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? അതായത് ആത്മാവിന് പരമാത്മാവുമായുള്ള കണക്ഷൻ വയ്ക്കുമ്പോൾ പ്രകാശവും ശക്തിയും കിട്ടും. അതുകൊണ്ടാണ് ജ്ഞാനത്തിലൂടെ മനുഷ്യന് യുക്തിയാകുന്ന ശക്തി കിട്ടും. യുക്തി, ഒരുപാട് മാർഗങ്ങൾ, യുക്തിപൂർവ്വം പോവുക പറയില്ലേ, അങ്ങനെ. പക്ഷേ യോഗത്തിലൂടെ മനുഷ്യൻ പരമാത്മാവുമായിട്ട് യുക്തമാകും, അതായത് കൂടിച്ചേരും, യോജിക്കും. പരമാത്മാവുമായിട്ട് കൂടിച്ചേരുമ്പോൾ മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും ശക്തിയാണ് മനുഷ്യന് കിട്ടുക. ജ്ഞാനത്തിലൂടെ മനുഷ്യൻ പരിതസ്ഥിതികളെ, പുരുഷാർത്ഥത്തെ ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അതേപോലെ അവരോടൊപ്പം കർത്തവ്യം ശരിയായ രീതിയിൽ ചെയ്യാനും അവർക്ക് സാധിക്കും. പക്ഷേ യോഗത്തിലൂടെ മനുഷ്യൻ സ്വയത്തെ വിദേഹി അനുഭവം ചെയ്തുകൊണ്ട് ലൈറ്റ് എന്ന അനുഭവം ചെയ്യും, അതായത് ലൈറ്റ് മൈറ്റ് അനുഭവം ചെയ്യും. ഉസേ കർമ്മം കാ ബോജ് മഹസൂസ് നഹി ഹോത്ത, അവർക്ക് കർമ്മങ്ങളുടെ ഭാരം അനുഭവപ്പെടില്ല. അതേപോലെ അവരെ തൻ്റെ പഴയ കഴിഞ്ഞ സംസ്കാരം അഥവാ സങ്കല്പം അവരെ വലിക്കില്ല, അല്ലെ, പൂർവകാല സംസ്കാരം അവരെ പിടിച്ചു വലിക്കില്ല. അവർ അതിൽ നിന്നെല്ലാം മുക്തമാകാനുള്ള ശക്തിയും അവർക്ക് കിട്ടും, ഒപ്പം അവർക്ക് സ്ഥിതിയും പ്രാപ്തമാക്കാൻ സാധിക്കും. അതായത് യോഗത്തിലൂടെ ശക്തി കിട്ടുന്നവർക്ക് അത് കഴിഞ്ഞ പൂർവകാല കർമ്മം അവരെ പിടിച്ചു വലിക്കില്ല. ഇതാണ് യോഗത്തിലൂടെ കിട്ടുന്ന ശക്തി. അടുത്തത് ഭായിജി പറയുന്നത് പവിത്രതയിലൂടെ എങ്ങനെയാണ് ശക്തി കിട്ടുക, അല്ലേ? പ്യൂരിറ്റി ശക്തിയാണെന്ന് പറയും. അപ്പോൾ അതിലൂടെ എങ്ങനെയാണ് ശക്തി കിട്ടുക? जो व्यक्ति सरल चित्त और पवित्र होता है उसका प्रभाव अवश्य पड़ता है. ഒരു വ്യക്തി സരള ചിത്തവും പവിത്രവുമായൊരു വ്യക്തിയാണെങ്കിൽ അവരുടെ പ്രഭാവം അവശ്യം ഏൽക്കും, അല്ലേ? അവരെ എല്ലാവരും അവരിൽ പ്രഭാവിതമാക്കും. കാരണം അവരുടെ സരള ചിത്തതയും പവിത്രതയുമാണത്. ഉദാഹരണത്തിന് നോക്കൂ, ശ്രീ ലക്ഷ്മി നാരായണൻ. അവർ ദേവീ ദേവതയാണ്, സത്യവത്തിലെ ദേവീ ദേവത. പക്ഷെ ഇന്ന് സാകാര രൂപത്തിൽ അവർ ഈ ഭൂമണ്ഡലത്തിലില്ല. ആരാണ്? ലക്ഷ്മി നാരായണൻ ഈ സാകാര രൂപത്തിൽ ഈ ഭൂമണ്ഡലത്തിൽ അവരില്ല. പക്ഷേ ഇപ്പോൾ വരേക്കും ഈ കാലഘട്ടത്തിലും ലക്ഷ്മി നാരായണൻ്റെ പ്രഭാവം ഇന്നും മനുഷ്യരിലുണ്ട്. അവരെത്രയാണ് ആകർഷിക്കുന്ന മനുഷ്യരെ. ഇന്നത്തെ മനുഷ്യർ, അതായത് ലക്ഷ്മി നാരായണൻ്റെ മൂർത്തികളുടെ മുന്നിൽ പോയി തലകുനിക്കാറുണ്ട്. അവരുടെ മുന്നിൽ പോയി തലകുനിക്കും. എന്തുകൊണ്ടെന്നാൽ അവർ ദേവത പവിത്രരായിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ മനുഷ്യർ പോയിട്ട് അവരുടെ ജഡമൂർത്തികളുടെ മുന്നിൽ പോയിട്ട് തലകുനിക്കുന്നത്. പവിത്രമായതുകൊണ്ടാണ്. അവരുടെ അതേപോലെ ഭായിജി പറയുന്നത് അപവിത്ര മനുഷ്യർക്ക് ഒരിക്കലും പൂജ്യരാകാൻ കഴിയില്ല. അപവിത്ര സംസ്കാരമുള്ള മനുഷ്യർക്ക് ഒരിക്കലും പൂജ്യ അവസ്ഥ ഉണ്ടാവില്ല. ആര് പൂജിക്കാനാണ് അവരെ? അപ്പം അപവിത്ര മനുഷ്യരെപ്പോഴും ഇളക്കത്തിലായിരിക്കും. അതായത് അവർക്കെപ്പോഴും ഈ ചിന്തയാണ്, ക്യാ കരും, എന്തു ചെയ്യും, ഇങ്ങനെ ചോദ്യമായിരിക്കും. ഇനി ചെയ്യുകയാണെങ്കിൽ തന്നെ എങ്ങനെ ചെയ്യും, ഇങ്ങനെ അപവിത്രമായ മനുഷ്യരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും.
वह अपने अपवित्र कर्मों के कारण भय और पीड़ा में ही रहता है. അപ്പോൾ അവർ ഈ അപവിത്രമായിട്ടുള്ള മനുഷ്യർ അവരുടെ കർമ്മം അപവിത്രമായത് കാരണം ഭയം കൊണ്ടും പീഡനത്തിലും അവർ ഇരിക്കും, ഭയത്തിലും വേദനയിലും അവരിയ്ക്കും. അവർക്കിപ്പോഴും ഈ ചിന്തയുണ്ടാവും. അതായത് അവർക്ക് എപ്പോഴും ഈ ചിന്തയാണ്. അതായത് അവർക്ക് എന്താ ചെയ്യുക, ഞാൻ എവിടെയെങ്കിലും പോയിട്ട് പെടുവോ കുടുങ്ങുമോ എന്നെല്ലാം പേടിയുണ്ടാവും. പവിത്ര മനുഷ്യരെപ്പോഴും ഏകരസായിരിക്കും, അചഞ്ചലമായിരിക്കും, നിശ്ചിന്തമായിരിക്കും, നിർഭയരായിരിക്കും. അവരെപ്പോഴും ഈ സ്ഥിതിയായിരിക്കും, ഏകരസം, അചഞ്ചലം, നിശ്ചിന്തം, അതേപോലെ നിർഭയം. ഈ അവസ്ഥയിൽ അവർ ഇരിക്കും. ഭായിജി പറയണത്, अपवित्र मनुष्य की शक्ति कभी काम भोग में और कभी क्रोध की अग्नि में नष्ट होती रहती है. അപ്പം നോക്കിയാൽ അപവിത്രമായി ജീവിക്കുന്ന മനുഷ്യൻ്റെ ശക്തിയൊക്കെ ചോർന്നു പോകുന്നത് ഏതിലേക്കാണ്? അവരുടെ ഊർജം, എനർജിയൊക്കെ ഏതിലേക്കാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? കാമഭോഗത്തിലേക്ക്, ക്രോധാഗ്നിയിൽ. ഈ രണ്ട് വികാരത്തിലേക്കാണ് കൂടുതൽ ഊർജം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പവിത്ര മനുഷ്യക്ക് ശക്തി ക്ഷീൺ നഹി ഹോത്തി. പക്ഷേ പവിത്ര മനുഷ്യരുടെ ശക്തി, ഊർജം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഉസ്കി ആധ്യാത്മിക് ശക്തി ദിനോം ദിൻ ബഡ്തി ജാത്തി ഹി. അവരുടെ ആധ്യാത്മിക ശക്തി ഓരോ ദിവസം പോകുന്തോറും കൂടുക ചെയ്യുള്ളൂ. പവിത്രമായിരിക്കുന്നവരുടെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ നഷ്ടപ്പെട്ടു പോവില്ലേ? അവർ മറ്റുള്ളവരെയും ശക്തിശാലിയാക്കി മാറ്റുന്ന സേവനത്തിൽ ആ ശക്തി ഉപയോഗിക്കും. കാരണം അവരും വെറുതെ എടുത്ത് വെക്കില്ല. പവിത്രമായി ജീവിക്കുന്നവരിൽ അവരിലുണ്ടാക്കിയ ശക്തി അവരൊരിക്കലും എടുത്തു വെക്കാനല്ല, അത് മറ്റുള്ളവരെയും ശക്തിശാലിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാമവാസന അല്ലെ, അതിൽ പോകുമ്പോൾ എത്ര നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. കാമത്തിലേക്ക് പോകുമ്പോൾ ക്രോധം, അതടുത്ത വികാരമാണ്. ക്രോധത്തിൻ്റെ അഗ്നി വരുമ്പോൾ എത്ര നഷ്ടം ഉണ്ടാവുന്നത് ഊർജത്തിൽ. അപവിത്ര മനുഷ്യരുടെ ശക്തി എല്ലാം ചോർന്നു പോകുന്നത് അത്യാഗ്രഹത്തിലും. അതായത് അത്യാഗ്രഹം ഉണ്ടാവുമ്പോൾ അതിലേക്കും പോകും. ഭ്രഷ്ടാചാരത്തിൻ്റെ പരിണാമസ്വരൂപമായ ഭയം വരും. അങ്ങനെ അവർ ക്ഷീണിക്കും, എപ്പോഴും പേടിയായിരിക്കും എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അവർക്ക് ക്ഷീണം ഉണ്ടാകും. അപ്പോൾ അതേപോലെ നമുക്ക് അത്യാഗ്രഹം വരുമ്പോഴും വിഷയങ്ങൾ, പദാർത്ഥങ്ങൾ, ഇതിനെല്ലാം എന്താവും, ആ പദാർത്ഥങ്ങളിലേക്കും അതേപോലെ വസ്തുക്കളിലേക്കൊക്കെ ബുദ്ധി പോകുമ്പോൾ അവിടെയും ഒരുപാട് ഊർജം നഷ്ടമാകും. ഇത്തരത്തിൽ മോഹം കൊണ്ട് മനുഷ്യർക്ക് നഷ്ടേ സംഭവിക്കുന്നുള്ളൂ. അതായത് മനുഷ്യൻ്റെ വിവേകശക്തിയാണ് നഷ്ടപ്പെടുക മോഹം വരുമ്പോൾ, അറ്റാച്ച്മെൻറ്റ് വരുമ്പോൾ. അതുകൊണ്ട് ജോ വ്യക്തി മോഹക്കെ വശ टेक निर्णय न कर सके उसके बारे में भी लोग कहते हैं इसे तो मोह की पट्टी बांधी हुई है. പറയാറുണ്ടല്ലോ, മോഹത്തിന് വശപ്പെട്ട ഒരു വ്യക്തിക്ക് ശരിയായ തീരുമാനം എടുക്കാൻ കഴിയില്ല. അപ്പോൾ മനുഷ്യർ പറയാറുണ്ട്, ഇവർക്ക് മോഹത്തിൻ്റെ അല്ലേ, അതായത് മോഹത്തിൻ്റെ കണ്ണ് കെട്ടിയിരിക്കുകയാണ്, കണ്ണ് മൂടിയിരിക്കുകയാണെന്ന് പറയാറുണ്ട്. മോഹം കൊണ്ട് കണ്ണ് മൂടിയിരിക്കുകയാണ്. അഹങ്കാരിയായ മനുഷ്യൻ്റെ കാര്യത്തിൽ മനുഷ്യർ പറയാറുണ്ട്, ഒരു അഹങ്കാരം പിടിച്ചൊരു മനുഷ്യനെക്കുറിച്ച് മനുഷ്യർ പറയാറില്ലേ, ഇവർക്ക് തലകീഴായ ലഹരി കയറിയിരിക്കുകയാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അഹങ്കാരിക്ക് സർവനാശം ഉണ്ടാകും. അതിലൂടെ സ്പഷ്ടമായ കാര്യം ഇതാണ്, അപവിത്രതയുടെ പരിണാമസ്വരൂപം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ശാരീരികവും മാനസികവും ആത്മീകവുമായ എല്ലാ ശക്തികളും നഷ്ടപ്പെട്ടു പോകും. അതാണ് അപവിത്രത ബാധിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം. അപവിത്രത പറഞ്ഞല്ലോ നേരത്തെ, 5 വികാരങ്ങൾക്ക് വശപ്പെടുമ്പോൾ അത് അപവിത്രമാണ്. ഈ അപവിത്രതയാണ് നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീകവുമായ ശക്തികളെ നശിപ്പിക്കുന്നത്. ഇതിന് വിപരീതമായി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പവിത്രതയിൽ നോക്കിയാൽ വളരെ വലിയ ശക്തി അടങ്ങിയിട്ടുണ്ട്. പവിത്രതയ്ക്ക് നല്ല ശക്തിയാണ്. ഉദാഹരണത്തിന് ക്രോധത്തിൻ്റെ വിപരീത ഗുണമാണ് പ്രേമം.
അല്ലേ? ക്രോധത്തിന് നേരെ ഓപ്പോസിറ്റാണ് പ്രേമം. അപ്പോൾ പ്രേമം, അതേപോലെ വിനയം, ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കൂ. പ്രേമത്തിൻ്റെയും വിനയത്തിൻ്റെയും ശക്തിയിലൂടെ മനുഷ്യൻ ശത്രുവിനെ പോലും വശത്താക്കും. കാരണം സ്നേഹം കൊണ്ട് എന്ത് നേടിയെടുക്കാമെന്നല്ലേ പറയുക. അപ്പോൾ ശത്രുവിനെ പോലും വശത്താക്കി മാറ്റുന്നതാണ് പ്രേമത്തിൻ്റെ ശക്തി, വിനയത്തിൻ്റെ ശക്തി. ഇത്തരത്തിൽ കാമവാസന, കാമവികാരത്തിൻ്റെ ഭോഗത്തിലൂടെ മനുഷ്യൻ ദുർബലമായി പോകും. പക്ഷേ ബ്രഹ്മചര്യം അത് പവിത്രതയാണല്ലോ. അപ്പം അതിൻ്റെ ശക്തിയിലൂടെ, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നതിലൂടെ അതിൻ്റെ ശക്തി കിട്ടുമ്പോൾ ലോകം തന്നെ അവരെ കുനിക്കും, അവരുടെ മുന്നിൽ തല കുനിക്കും. അതേപോലെ തന്നെ പരമാത്മാവ് പരമപവിത്രമാണ്, പ്രേമത്തിൻ്റെ സാഗരമാണ്. അതുകൊണ്ട് മുഴുവൻ ലോകവും പരമാത്മാവിനെ ഓർമ്മിക്കുന്നു. കാരണം പരമാത്മാ സദാ പവിത്രമായതുകൊണ്ട് പരമാത്മാവിനെ മുഴുവൻ ലോകവും ഓർമ്മിക്കുന്നുണ്ട്. മനുഷ്യർ പരമാത്മാവിൽ സർവ്വതും സമർപ്പിക്കാൻ വേണ്ടി തയ്യാറാണ്. പക്ഷേ ക്രോധിയായ മനുഷ്യൻ്റെ അടുത്ത് പോലും പറയാറുണ്ട്, 2 മൈല് അകലെ നിന്ന് തന്നെ ഓടിപ്പോകും മനുഷ്യർ, ഒരു ക്രോധിയായ മനുഷ്യൻ്റെ അടുത്ത് നിന്ന്. പക്ഷേ പ്രേമത്തിൽ നോക്കൂ, എത്ര ആകർഷണം. എവിടെ സ്നേഹമുണ്ടോ അവിടേക്ക് ഓടി വരും. പക്ഷെ എവിടെ ക്രോധമുണ്ടോ അവിടെ ദൂരേക്ക് ഓടിപ്പോവാണ് ചെയ്യുക. പ്രേമത്തിൽ നോക്കൂ, എത്ര ആകർഷണമാണ്. പ്രേമത്തിൽ പറയേണ്ട, പ്രേമം കൊണ്ട് കെട്ടിയിട്ടു, സ്നേഹം കൊണ്ട് ഭഗവാനെ കെട്ടിയിട്ടു എന്ന് പറയാറുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചരടോ നൂലോ ഒന്നും പ്രേമത്തിലില്ല. പക്ഷേ അദൃശ്യമായ തന്തുക്കൾ കൊണ്ട്, അദൃശ്യമായ ചരട് കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, അല്ലേ? സ്നേഹത്തിൻ്റെ അദൃശ്യമായ ചരട് കൊണ്ട് ബന്ധിക്കുമ്പോൾ അതിൽ നിന്നും മുക്തമാകാൻ കഴിയില്ല. ഇതൊരു അദൃശ്യമായ ചരടാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, സർക്കസിൽ സിംഹം പോലെയുള്ള എത്ര വന്യമൃഗങ്ങളുണ്ട്. ആ വന്യമൃഗങ്ങൾ ഇത്രയും ഭയങ്കര നല്ല ശൂരമായിട്ടുള്ള മൃഗങ്ങളാണ്. അവരെ പോലും എന്ത് ചെയ്തു, അവരുടെ മാസ്റ്ററുടെ മുന്നിൽ ആ സിംഹമോ കടുവയോ ഒന്നും ചെയ്യില്ല. എന്തുകൊണ്ടെന്നാൽ ആ സിംഹത്തിൻ്റെ മാസ്റ്റർ അതിനെ പ്രേമം കൊണ്ടാണ് പാലിക്കുന്നത്. സ്നേഹം കൊണ്ട് അതിനെ പാലിക്കുമ്പോൾ ആ സിംഹം തൻ്റെ മാസ്റ്ററെ ഒന്നും ചെയ്യില്ല. എൻ്റെ അർത്ഥം എന്താ? അപ്പോൾ സ്നേഹം കൊണ്ട് സാധിക്കാത്തിട്ടൊന്നുമില്ല. ഇത്തരത്തിൽ കാട്ടിൽ നോക്കൂ, എത്രയോ മഹാത്മാക്കളുടെ പക്കൽ അവർ തപസ് ചെയ്യുമ്പോൾ, അല്ല സന്യാസിമാരൊക്കെ തപസ് അനുഷ്ഠിക്കാൻ പോകുമ്പോൾ എത്രയോ മഹാത്മാക്കളുടെ പക്കൽ അതേപോലെ ഈ എന്താ പറയുക, സിംഹം, കടുവ, ഇങ്ങനെ ധാരാളം ഈ മൃഗങ്ങളൊക്കെ വന്നിരിക്കാറുണ്ട്. പക്ഷേ ആ മൃഗങ്ങളൊന്നും അവരെ ഒന്നും ചെയ്യില്ല, സന്യാസിമാരെ ഒന്നും ചെയ്യില്ല. കാരണം അവർ പവിത്രതയുടെ ശക്തിയുണ്ട് അവർക്ക്. ആ ശക്തി ഉപയോഗിച്ച് അവരെയെല്ലാം വശത്താക്കുകയാണ്. അതിനാൽ സ്പഷ്ടമായ കാര്യം എന്താണെന്നാൽ ക്രോധത്തിൻ്റെ ശക്തിയേക്കാളും പ്രേമത്തിൻ്റെ ശക്തിയാണ് ഉയർന്നത്. ക്രോധത്തിൻ്റെ ശക്തിയേക്കാളും പ്രേമത്തിൻ്റെ ശക്തിയാണ് ഉയർന്നത്. എന്തുകൊണ്ടെന്നാൽ ക്രോധത്തിൻ്റെ ശക്തി എല്ലാം നശിപ്പിക്കുന്ന ശക്തിയാണ്. എന്നാൽ പ്രേമത്തിൻ്റെ ശക്തിയാണെങ്കിൽ നിർമ്മാണം ചെയ്യുന്നതിൻ്റെ ശക്തിയാണ്. അപ്പോൾ ഈ ഒരു നിയമമുണ്ട്, വിനാശത്തിൻ്റെ ശക്തിയിലൂടെ വിനാശത്തിൻ്റെ ശക്തിയേക്കാളും നിർമ്മാണത്തിൻ്റെ ശക്തിയാണ് ഏറ്റവും കൂടുതലെന്ന്. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും ബിൽഡിങ് വീഴ്ത്താൻ വേണ്ടിയിട്ട് എന്തേ വേണ്ടുള്ളൂ? ഒരു ബിൽഡിങ് നമുക്ക് പൊളിക്കണം. ബിൽഡിങ് പൊളിക്കണമെങ്കിൽ കുറച്ച് ശക്തിയേ വേണ്ടുള്ളൂ. പക്ഷേ ഒരു ബിൽഡിങ് കെട്ടിപ്പടുത്തുണ്ടാക്കണമെങ്കിൽ എത്ര ശക്തി വേണം? അതുകൊണ്ട് നിർമ്മാണത്തിനാണ്, സ്ഥാപനയ്ക്കാണ് ശക്തി കൂടുതൽ, വിനാശത്തിന് ശക്തി കുറച്ചേ ഉള്ളൂ. അതാണ് ബിൽഡിങ്. വലിയ നല്ല ഉദാഹരണമാണ് ഭായിജി പറഞ്ഞത്.
ഒരു ബിൽഡിങ് ഉണ്ടാക്കാൻ കൂടുതൽ ശക്തി വേണം, പക്ഷെ ഇത് പൊളിച്ചിടാൻ നിമിഷ നേരങ്ങൾ മതി, കുറച്ച് ശക്തിയേ വേണ്ടുള്ളൂ. ഇത്തരത്തിൽ ശാന്തിയുടെ ശക്തി ക്രോധത്തിൻ്റെ ശക്തിയേക്കാളും കൂടുതലാണ്. അപ്പം നിങ്ങൾ നോക്കൂ, ക്രോധിക്കുക എന്ന് വെച്ചാൽ എത്ര എളുപ്പം, ആർക്ക് വേണമെങ്കിലും ദേഷ്യപ്പെടാം, പക്ഷേ ശാന്തമായിരിക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ക്രോധത്തെക്കാളും ഏറ്റവും നല്ല ശക്തിയിൽ ഏറ്റവും കൂടുതൽ ശക്തി വേണ്ടത് ശാന്തിയിലിരിക്കാനാണ്. അപ്പോൾ അതിന് സ്പഷ്ടമായ കാര്യം ഇതാണ്, ശാന്തിക്ക് വേണ്ടി കൂടുതൽ ശക്തി വേണം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 മനുഷ്യർ ക്രോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു മനുഷ്യൻ പൂർണ്ണമായും ശാന്തമായിരിക്കുകയാണെങ്കിൽ ആ 10 മനുഷ്യരെയും ശാന്തമാക്കാൻ ആ ഒരു മനുഷ്യന് കഴിയും. 10 മനുഷ്യന് ക്രോധിക്കുക, പക്ഷെ ഒരു മനുഷ്യൻ മാത്രം ശാന്തമായിരിക്കുകയാണ്. പക്ഷേ ആ 10 മനുഷ്യരെയും ശാന്തമാക്കാനുള്ള കഴിവ് ആ ഒറ്റ മനുഷ്യരിലുണ്ട്. എന്തെന്നാൽ ആ ഒരു മനുഷ്യൻ്റെ ശാന്തിയുടെ ശക്തി എന്ത് ചെയ്തു, അതിൻ്റെ പ്രഭാവം മറ്റുള്ളവരിലേക്ക് പ്രഭാവം വന്നു. ക്രോധം വരുമ്പോൾ മനുഷ്യന് ദുർബലതയാണ് വരിക. കാരണം ആ മനുഷ്യനെ ദുർബലമാക്കി മാറ്റിയേ ചെയ്യുന്നുള്ളൂ. അസുഖം വരുമ്പോൾ അങ്ങനെയല്ലേ, അതായത് നമ്മൾ പെട്ടെന്ന് ആവേശത്തിലേക്ക് വരും. അപ്പോൾ തെളിയിക്കപ്പെടുന്ന കാര്യം എന്താ? പവിത്രതയിലൂടെ, സഹനശീലതയിലൂടെ, ബ്രഹ്മചര്യത്തിലൂടെ, പ്രേമത്തിലൂടെ, ശാന്തിയിലൂടെ മനുഷ്യാത്മാവിൻ്റെ ആത്മീക ശക്തിയാണ് വർദ്ധിക്കുക. പവിത്രമായിരിക്കുമ്പോൾ സഹനശീലതയിലൂടെ, ബ്രഹ്മചര്യത്തിലൂടെ, പ്രേമത്തിലൂടെ, ശാന്തിയിലൂടെ നമ്മുടെ ആധ്യാത്മിക ശക്തി വർദ്ധിക്കും. പക്ഷേ ക്രോധത്തിലൂടെ എന്താ സംഭവിക്കുക? ക്രോധത്തിലൂടെ നമ്മുടെ ശക്തി കുറഞ്ഞു പോയി നമ്മൾ ദുർബലരായിട്ട് മാറും. ഭൈജി പറയണത് മുകളിൽ കാണിച്ച ഉദാഹരണം പോലെ കാമവും ക്രോധവും 2 അപവിത്രതയാണല്ലോ. അപ്പം അതിലൂടെ ശക്തിയുടെ നാശം സംഭവിക്കും. ബ്രഹ്മചര്യം, ശുദ്ധമായ പ്രേമം, ശാന്തി, പവിത്രത, ഇതിലൂടെ നമ്മുടെ ശക്തിയിൽ അഭിവൃദ്ധി ഉണ്ടാകും. അതേപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്യാഗ്രഹത്തിലും. അത്യാഗ്രഹം വരുമ്പോഴും മനുഷ്യൻ എന്താ ഉണ്ടാവുക? മനുഷ്യൻ നിർബലമാകും. സന്തോഷം വരുമ്പോൾ ശക്തി ഉണ്ടാകും. അത്യാഗ്രഹം ഒരു അത്യാഗ്രഹമുള്ള വ്യക്തി തൃഷ്ണയ്ക്ക് വശപ്പെടും, ഇച്ഛയുടെ ദാസനായിട്ട് മാറും, അഥവാ ആസക്തി കൊണ്ട് പരാജയപ്പെടും, പരവശപ്പെടും. അതിനാൽ സ്പഷ്ടമായ കാര്യം ഇതാണ്, ലോഭി, അത്യാഗ്രഹിയും നിർബലനാണ്, ശക്തിയില്ലാത്ത ആളാണ്. അപ്പോൾ ഭൈജി പറയാണ്, ഏത് വസ്തുവിനോടാണോ ആഗ്രഹം, ഇച്ഛയുള്ളത്, അതായത് അപ്പം ആ വ്യക്തിക്ക് ആ വസ്തു ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ആകെ വ്യാകുലപ്പെടും. ആ വസ്തു കിട്ടിയില്ലെങ്കിൽ വ്യാകുലപ്പെടും. പക്ഷേ സന്തോഷം, എവിടെയാണോ സന്തോഷമുള്ളത് അതാണ് പവിത്രത. അവിടെ ആ വസ്തു കണ്ടാൽ പോലും അതിലേക്ക് ആകർഷിക്കില്ല. ആത്മാരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെ സ്വയത്തെ എന്ത് ചെയ്യും? ഏത് വസ്തുവിനോടാണോ ഇഷ്ടം ഉള്ളത് ആ വസ്തുവിനേക്കാളും സ്വയമാണ് മഹാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുഖമായിരിക്കും. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതേപോലെ അന്യവികാരങ്ങളെപ്പോലെ മോഹവും അഹങ്കാരവും മനുഷ്യരിൽ ദുർബലത കൊണ്ടുവരും. അതുകൊണ്ട് മനുഷ്യരിൽ മോഹമുണ്ടാകുമ്പോൾ പറയാറുണ്ട്, ഞാൻ ഇന്ന കാര്യത്തിന് വശപ്പെട്ട്, നീ ഇന്നളുടെ മോഹത്തിന് വശപ്പെട്ട് ചെയ്തു എന്നാണ് പറയുക. അപ്പം ആരെങ്കിലും അഹങ്കാരം ഉണ്ടാകുമ്പോൾ പറയാറുണ്ട്, അഭിമാനത്തിന് വശപ്പെട്ടുകൊണ്ട് ചെയ്തു, പറഞ്ഞു, ചെയ്തു എന്നൊക്കെ പറയും. അപ്പം അതുകൊണ്ട് തന്നെ അനാസക്തി, ഉപരാമാവസ്ഥ, സാക്ഷി അവസ്ഥ, നമ്രത, ഇതിൽ മാത്രമേ ശക്തിയുള്ളൂ. മോഹം, അഹങ്കാരം ഇവയിൽ നിന്നും മുക്തമായി സുഖത്തിൻ്റെ സിദ്ധി പ്രാപ്തമാക്കാൻ നമുക്ക് സാധിക്കണം. ഇനി ഭായിജി അടുത്ത പോയിന്റ് പറയുന്നത്, ധർമ്മത്തിലൂടെ എങ്ങനെയാണ് ജീവിതത്തിൽ ശക്തി വരിക, അതിനെക്കുറിച്ചാണ്. ലാസ്റ്റ് പോയിന്റ്.
ധർമ്മത്തിൽ ശക്തിയുണ്ടെന്ന് പറയാറുണ്ട് അല്ല, റിലിജൻ ഈസ് മൈറ്റ് എന്ന് പറയും. അതായത് മനുഷ്യൻ നിയമങ്ങൾ അനുസരിക്കുമ്പോൾ, നിയമത്തിലൂടെ പോകുമ്പോൾ അത് ഏറ്റവും വലിയ ശക്തി തന്നെയാണ്. മര്യാദ പാലന ചെയ്യുമ്പോൾ, മര്യാദകളെല്ലാം അനുസരിക്കുമ്പോൾ, സമർത്ഥാകുമ്പോൾ സ്വയത്തോടെപ്പോഴും സന്തുഷ്ടമായിരിക്കും. നിയമം ലംഘിക്കുമ്പോഴാണ് സന്തോഷം കൈവിട്ടു പോവുക. നിയമപ്രകാരം ജീവിക്കുമ്പോൾ സന്തുഷ്ടമായിരിക്കും. നിയമം ലംഘനമില്ലാത്തത് കാരണം ആരെയും പേടിക്കേണ്ട കാര്യം ഉണ്ടാവില്ല അല്ലേ. ധാരണ പ്രകാരം പോവുകയാണെങ്കിൽ, നിയമപ്രകാരം പോവുകയാണെങ്കിൽ ഒന്നിനെയും പേടിക്കേണ്ടതില്ല. അവരുടെ സങ്കല്പത്തിൽ എപ്പോഴും ദൃഢത ഉണ്ടാവും. സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നതിൻ്റെ ഒരു സങ്കല്പം ഉണ്ടാവുമ്പോൾ അവർക്ക് ശക്തി കിട്ടും. സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ശക്തി അവർക്ക് പ്രാപ്തമാകും. ഇങ്ങനെയുള്ളവർക്ക് ഉദാഹരണമായിട്ട് ഇപ്പം കഴിക്കുന്നതും കുടിക്കണതും വായിച്ച ഉദാഹരണം പറയാം. നമ്മുടെ കഴിക്കലും കുടിക്കലും അപ്പം നോക്കൂ, അധർമ്മിയായൊരു മനുഷ്യൻ മദ്യം കഴിക്കുകയാണ്, സിഗരറ്റ് വലിക്കുകയാണെന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ തുടങ്ങി എല്ലാം കഴിക്കുന്നുണ്ട്, എന്തൊക്കെ വേണ്ടാത്തതുകൊണ്ട് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ധർമ്മത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി, ഒരു മനുഷ്യനിൽ, അതായത് ഒരുപാട് ധർമ്മത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ മനുഷ്യൻ എത്ര തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിലും അശുദ്ധി മുന്നിൽ വന്നാൽ പോലും ഇളകാതെ സ്ഥിരമായിട്ടിരിക്കാനുള്ള കഴിവ് ആൾക്കുണ്ടാകും, ധർമ്മത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക്. അപ്പോൾ ഭൈജി പറയുന്നത് ഇങ്ങനെ ധർമ്മം പാലിക്കുന്ന വ്യക്തികൾക്ക് ധാരാളം വിഘ്നങ്ങളും തടസ്സങ്ങളും വരും. പക്ഷേ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് പോവുകയും വേണം. അപ്പോൾ നിങ്ങൾ പരമപവിത്രമായ പരമാത്മാവിൻ്റെ ദേവതുല്യമായ സന്താനങ്ങളാണ്, അഥവാ നമ്മളതാവാൻ പോവുകയാണ്. അപ്പം നിങ്ങളുടെ ഈ ശരീരം ദേവാലയം അഥവാ മന്ദിരം, ക്ഷേത്രമാണ്. അതിൽ അശുദ്ധമായ വസ്തു ഇതിലേക്ക്, ഈ ദേഹത്തിലേക്ക് കൊടുക്കുക എന്നുള്ളത് ഉചിതമായ കാര്യമേ അല്ല. അശുദ്ധമായ വസ്തു ഈ ദേഹത്തിലേക്ക് നമ്മൾ കൊടുക്കരുത്. മനുഷ്യൻ്റെ മനസ്സിൽ കാമം മുതലായ വാസനകൾ ഉണർന്നിരിക്കുക, അഥവാ ക്രോധാഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൈജി പറയാണ്, ഇങ്ങനെ അതായത് ലോഭത്തിന് വശപ്പെട്ട പരിതസ്ഥിതികളൊക്കെ വരുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും? മനുഷ്യൻ ധർമ്മം മറക്കും അല്ലേ. അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത്, എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുമ്പോൾ മനുഷ്യൻ ധർമ്മത്തെ മറക്കാറുണ്ട്. എന്നിട്ട് പക്ഷേ ചില സമയങ്ങളിൽ മനുഷ്യൻ എന്ത് ചെയ്യാറുണ്ട്? അതായത് സ്വയത്തെ കൺട്രോളിൽ വയ്ക്കാനുള്ള ശക്തി തരാൻ വേണ്ടി ഈശ്വരനോട് പറയാറുണ്ട് അല്ലേ. നിയന്ത്രിക്കാൻ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനുള്ള ശക്തി തരൂ എന്ന് പറയും. അപ്പോൾ ഈ വികാരങ്ങൾക്ക് വശപ്പെട്ട് ആചരിക്കുന്നതിലൂടെ, അതായത് ഈശ്വരൻ്റെ ദർബാറിൽ ശിക്ഷ കിട്ടും നിനക്ക് എന്ന് പറയാറുണ്ട്. മനുഷ്യർ പറഞ്ഞു കൊടുക്കാറുണ്ട്, നീ ഇങ്ങനെയൊക്കെ ചെയ്തു പോയാൽ, നിൻ്റെ കർമ്മം ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈശ്വരൻ്റെ കോടതിയിൽ നിനക്ക് മാപ്പ് കിട്ടില്ല, നിനക്ക് ശിക്ഷ കിട്ടും എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ വിജയം നേടുന്നതിൽ നിങ്ങൾക്ക്, അതായത് നേടിക്കഴിഞ്ഞ വിജയം പ്രാപ്തമായി കഴിഞ്ഞ എല്ലാ ഉത്തമമായ പ്രാപ്തികളും നമുക്കുണ്ടാകും. വിജയം നേടിയാൽ, അധർമ്മത്തിൻ്റെ മേൽ വിജയം നേടിയാൽ, ധർമ്മത്തിലൂടെയാണ് മനുഷ്യനിൽ ശക്തി കിട്ടുക. അതിലൂടെ തൻ്റെ ശക്തിശാലിയായിട്ടുള്ള വേണ്ടാത്ത ദുഷിച്ച സങ്കല്പങ്ങളെയും നമുക്ക് ജയിക്കാൻ പറ്റും. അപ്പോൾ ഇതെന്താ ചെറിയ ശക്തിയാണോ? ഭയച്ച് ചോദിക്കുകയാണ്. ധർമ്മത്തിനനുസരിച്ച് ജീവിതം ജീവിക്കുമ്പോൾ ഇതെന്താ ചെറിയ ശക്തിയാണോ? ഇതൊരു മഹാനായ ശക്തിയാണ്. എന്തുകൊണ്ടെന്നാൽ സങ്കല്പത്തിൻ്റെ ശക്തി വളരെ വലുതാണ്. അതിൻ്റെ മേലെ വിജയം നേടുന്നവർ, ഇതിൻ്റെ മേൽ, അതായത് വേണ്ടാത്ത സങ്കല്പങ്ങളുടെ എല്ലാം മേലെ വിജയം നേടുമ്പോൾ തീർച്ചയായിട്ടും നിസ്സന്ദേഹം നമുക്കെന്ത് ചെയ്യാം? ഉയർന്ന അവസ്ഥയിൽ നമുക്ക് എത്താൻ സാധിക്കും.
അതുകൊണ്ട് ആധ്യാത്മിക ശക്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വർദ്ധിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഭായിജി പറഞ്ഞില്ല 4 കാര്യങ്ങളിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ജ്ഞാനത്തിലൂടെ നമുക്ക് ശക്തി പ്രാപ്തമാക്കണം, യോഗത്തിലൂടെ, പവിത്രതയിലൂടെ, ധർമ്മത്തിലൂടെ നമുക്ക് ആധ്യാത്മിക ശക്തി പ്രാപ്തമാക്കണം. അപ്പോൾ ഭായിജിയുടെ ഈ ക്ലാസ് നമുക്കെല്ലാവർക്കും സ്മൃതിയിൽ വെച്ചുകൊണ്ട് ധാരണയിൽ കൊണ്ടുവരാം. ഓം ശാന്തി.